ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഡോണറ്റ്സ് ഉണ്ടാക്കാം. ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഉള്ളി പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ചിക്കൻ ക്യൂബ്സാണ്. അതൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരം 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ മതി. ഞാനിത് മാഗിയുടെ ചിക്കൻ ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വലിയൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. പിന്നെ 2 ബ്രെഡ് കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ചിക്കൻ ക്യൂബ്സിൽ നല്ല ഉപ്പുണ്ടതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് ചിക്കൻ ക്യൂബ്സിൽ തന്നെ നല്ല ഉപ്പുള്ളതുകൊണ്ട് ഞാൻ വേറെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി കയ്യിൽ നല്ല എണ്ണ തടവി ഇനി വടയുടെ ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഇതുണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. ഉള്ളി അരിയേണ്ടയോ അല്ലെങ്കിൽ വഴറ്റേണ്ടയോ ആവശ്യമൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ നമുക്കിനി വടയുടെ ഷേപ്പിലാക്കി എടുക്കാം. നല്ല നടുവിലൊരു ഹോളാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ നല്ല നടുവിൽ നല്ല ഹോളെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ. ഇനി നമുക്ക് ഇത് ഒന്ന് അരമണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ അരമണിക്കൂർ ഫ്രീസ് ചെയ്യാൻ വെക്കുന്നത് നല്ല കുറച്ച് കട്ടിയായി കിട്ടിയാൽ നമുക്ക് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലെല്ലാം കോട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലെല്ലാം കോട്ട് ചെയ്തിട്ട് വെക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ നടുവിലൊന്ന് ഹോൾസാക്കി എടുക്കണം. അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് അതിൽ മൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഹോൾസ് കാണില്ല. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് ഫ്രീസ് ചെയ്യാൻ പോകുന്നുണ്ട്. എനിക്ക് ഫ്രോസൺ ആണ് ഓർഡർ ഉള്ളത്. ഓർഡർ കൊടുക്കാനുള്ളത് ഞാൻ ഫ്രോസൺ ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ പച്ച ചിക്കൻ ആയതുകൊണ്ട് വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ 2 സൈഡ് നല്ല ബ്രൗൺ കളറായി വന്നാൽ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്. ടേക്ക് കെയർ. താങ്ക് യു.